ഇത്തിരി കട്ടൻ ഇട്ട് വെച്ചിട്ട് പോവാ അവർക്ക് വയ്യ. എന്നെ കൊണ്ടതൊക്കെ ചെയ്യിച്ചാലേ പറ്റൂ എന്നുള്ളതാണ്. ഓ ഉള്ള വിചാരം അവൾക്ക് മാത്രമേ എല്ലാം അറിയാവൂ. എപ്പോൾ ഇനി തിളക്കി വാട്സാപ്പിൽ വരുന്നപ്പോൾ ഹിന്ദു ഉണരണം, മുസ്ലിം ഉണരണം, ക്രിസ്ത്യൻ ഉണരണം, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകണം, ഇല്ലേ കുടുംബം പട്ടിണിയാവും. ഓരോരുത്തന്മാർ എന്തൊക്കെ തമാശകളാണ്. ഇതിന്നൊന്നും തിളയ്ക്കും തോന്നില്ല. ആരെയും വലിപ്പം കൊണ്ട് അളക്കരുത്. ഉദാഹരണം, സവാള കിലോ 50 രൂപ, ചെറിയ ഉള്ളി കിലോ 160 രൂപ. എന്തൊക്കെയാണ്. ഓ ചെയ്യൂന്ന് ആലോചിക്കണേ. ഇതെങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ? എടാ ഇത് നേരത്തെ പൊട്ടിയനെ ഇവിടെ ഒട്ടിച്ചു വെച്ചിരുന്നേ. ഇത് എൻ്റെ മണ്ടയ്ക്ക് പഴി ആരാനാണ് ഇതിപ്പോ? ഇതും പൊട്ടിയത് തന്നെ. അവിടെ ഇനിയിപ്പോൾ ഇത് പണിയായല്ലോ. ഇന്ന് ഇതേ തന്നെ ഇനി അടുത്ത തുണി കഴുകണം. മര്യാദയ്ക്ക് മീറ്റിങ്ങിന് ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു. എറണാകുളത്തെ മാളിൽ കട്ടൻ ചായക്ക് 100 രൂപ. ഭർത്താവേ, 100 രൂപയുടെ സാധനമാണ് അപ്പോൾ ഈ കളഞ്ഞ. 100 രൂപയും 10 രൂപയുടെ ഗ്ലാസും. എന്ത് ചെയ്യും? ഒരു സാധനം ഇതെടുത്ത് വയ്ക്കാൻ ഇവിടെ ഇനിയിപ്പോൾ 100 രൂപയുടെ മുതൽ കിടക്കുന്ന കിടപ്പേ. ദിവസം രാവിലെ അപ്പം 100 രൂപയുടെ സാധനമാണ് ഇവിടെ കുടിക്കുന്നത്. ഇവിടെ ബാക്കി വന്നാൽ എടുത്തങ്ങ് കളയണം അവള്. എന്തായാലും ഈ മെസ്സേജ് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. നേരത്തെ ഇറങ്ങണേ. ഫാസിലില്ല. അവന്റെ ഉമ്മക്ക് എന്താ അസുഖം? ആശുപത്രി പോണോന്ന് കണ്ടു. ഫാസിലില്ലെങ്കിൽ നേരത്തെ ഇറങ്ങണം. ഇതാ ഞാൻ പറയണ ഒരു 2 വീലർ മേടിക്കാൻ. 2 വീലർ മേടിക്കാതിരിക്കാൻ ഇപ്പൊ എന്താ? ഓ, അത് ഓടിക്കാൻ അറിയണ്ടേ? ഓടിക്കാതെ പിന്നെ പറ്റുമോ? അത് തന്നെ പോവില്ലല്ലോ. 2 വീലർ വാങ്ങിക്കണ്ടേ നമുക്ക്? നീ ഒരു കാര്യം ചെയ്യും, ആദ്യം നീ അതെങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് പഠിക്കും. ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പഠിക്കണ്ടേ? അല്ല, നീ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടുപോയാക്കാലോ. എന്തേ? സ്കൂളിൽ കൊണ്ടുവിടും, തിരിച്ചു കൊണ്ടുവരും, അങ്ങനെ. എനിക്ക് പേടിയത് നാളല്ലല്ലോ, ധൈര്യം വേണം മനുഷ്യരായ. പേടിക്കണ്ടേ? 2 വീലർ വാങ്ങിക്കണം, നമുക്ക് കാറും വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കണം. അയ്യോ, അത്ര വേണ്ട. എന്താ? ഒരു സ്കൂട്ടർ വാങ്ങിക്കണ്ടേ? എന്നിട്ട് ഏട്ടൻ പഠിക്കണം. എന്നിട്ട് ഏട്ടൻ ഇവിടുന്ന് ഓടിച്ചോണ്ട് പോണം. അതൊന്ന് കണ്ടാ മതി. അതൊക്കെ ഒരു സ്വപ്നാടി. ഇനിയൊക്കെ പഠിച്ചാ പഠിയൂ. കഷ്ടണ്ട്. എനിക്ക് പേടിയാണ്, അതാണ്. അത് എന്നെ പേടിത്തോണ്ടായി. എന്താ അവിടെ രണ്ടും കൂടെ വഴക്ക് തുടങ്ങിയ? അതിന് വഴക്കിടാൻ നാത്തൂന അവിടെ ഇല്ലല്ലോ. അവളോട് പോയി. ഇന്ന് തക്ലിയുടെ PT മീറ്റിംഗ് അല്ലേ, ക്ലീറ്റോ ചേട്ടൻ പോയില്ല. നാത്തൂന വൈകണേ. ഓ, അപ്പൊ അവന്റെ വകയായിരിക്കുന്നു അടുക്കള പണി. അയ്യോ, അതിനാണ് ഇത്ര ബഹളം. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യട്ടെ എന്ന്. എന്തെങ്കിലും ചെയ്യുമല്ലോ. എന്നാ ശരി, ഉച്ചക്ക് കഴിക്കാൻ തന്നെ. ഞാൻ എന്തോ ഒന്ന് പറയാൻ പറ്റല്ലോ. എന്താ? എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ ബാക്കിയുണ്ടോ? സ്കൂട്ടർ. ഉച്ചക്ക് നേരത്തെ വന്നോട്ടോ. ആ, വരാം വരാം വരാം. എന്താ വരാം വരാം വരാം. തങ്കഭസ്മക്കോറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. നിന്റെ തിങ്കളാഴ്ച നോയമ്പി. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. ഈ തിങ്കൾ മുതൽ വെള്ളിക്കകത്ത് തക്കളിമോളെ ഫീസ് കൊടുത്തില്ലെങ്കിൽ സ്കൂളിൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിന്റെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? എന്താ? അയ്യോ, അത് പെൻഷൻ കിട്ടിയപ്പോ തന്നെ ഞാൻ അവളെ ഏൽപ്പിച്ചില്ലേ? ഫീസിനുള്ള പൈസ കൊടുത്താ? പിന്നെ ഞാൻ ഇന്നിപ്പോ എങ്ങനെ അത് ഒപ്പിക്കും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു. കാര്യത്തിൽ വിഷമിക്കണ്ട. സമാധാനമായി. നീ എന്തെങ്കിലും കഴിച്ചാ?
ഞാൻ ഇവിടെ വെച്ച് പോലെ ബ്രെഡും ജാമും ഇരുന്നു അത് കഴിച്ച് പിന്നെ കട്ടനും ഇട്ട് കുടിച്ചു. എന്തിനാടാ ഈ കട്ടനും ബ്രെഡും ഒക്കെ ഉണക്ക ബ്രെഡ് തന്നെ പോയത്? ഞാൻ നല്ല ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ ഇവിടെ. അത് അമ്മ നമ്മൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ കട്ടാൻ ചായയും പരിപ്പോടെയൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആളുകൾ. അല്ല ഇനിയിപ്പോൾ നാളെ പിന്നെ തങ്കം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയരുത്. നിനക്കും കൂടെ അവിടെ ഞാൻ ഉണ്ടാക്കി. ഞാൻ അങ്ങനെ ഒരു പരാതിക്കാരനല്ല. എന്നാ പിന്നെ അമ്മ ഇറങ്ങിക്കോ. അല്ല നീയല്ലേ ഇറങ്ങാൻ നിന്നത്? അല്ല ഞാനേ അമ്മ എന്തോ മറന്ന് അത് ഇങ്ങനെ ആലോചിക്കും എന്താണ് ഞാൻ ഈ മറന്നതെന്നുള്ളത്. ശരി. അമ്മ ഇറങ്ങിക്കോ. ഞാനത് ഓ എടാ നീ അവിടെ ഒന്നും തപ്പണ്ട, കാശൊന്നുമില്ല, അത് അവള് കൊണ്ടുപോയി. ഞാൻ കാശ് വെച്ച് നമ്മുടെ ആര് പറഞ്ഞു? അല്ല നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അയ്യേ അമ്മ എന്നെ അങ്ങനെ കണ്ടക്കിനെ. അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ അത്രക്കാരനൊന്നുമല്ല. എന്റെ പാർട്ടിയിൽ ആരെങ്കിലും കേട്ടാണ്ടല്ലോ ഭയങ്കര നാണക്കേടാണത്. എന്റെ പൊന്നിന് അത് വെളിയിൽ വെച്ചല്ലേ, നമ്മുടെ വീട്ടിൽ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്. എങ്കിലും ഇത് ആരെങ്കിലും നടന്നു പോയ വഴിയെ പോയി ആരെങ്കിലും കേട്ടാ മോശമല്ലേ അമ്മ? അത് മോശം തന്നെ, നീ അഭിമാനിയാണെന്നൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ ഇറങ്ങ്. അപ്പൊ ഞാനേ മറന്ന സാധനം ഇതായിരുന്നു കണ്ണട. അത് ശരി, എന്നാ പിന്നെ ഇറങ്ങ്. അമ്മയ്ക്കെങ്കിലും തോന്നിയല്ലോ ഞാനൊരു അഭിമാനിയാണെന്നുള്ള കാര്യം. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ അമ്മ ഈ വാതിലൊക്കെ ഒന്ന് അടച്ചേക്കണേ. ഓ ഞാൻ അടച്ചോളാം. പിന്നെ എന്നാലും അവൾ എന്നോട് വാക്ക് പറഞ്ഞില്ലല്ലോ. ആ ഈ ട്രാൻസ്ഫോമറാണ് കംപ്ലൈന്റ് എപ്പോഴും പൊട്ടലും. എന്റെ ആളിയെ പണിയോട് കൈ തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുത്തു. അറിഞ്ഞില്ലേ? ഇത് ഞാൻ അറിഞ്ഞില്ല സാറേ, ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ ഈ വിവരം അറിയാൻ നീ പറയും എന്താണെന്ന് വെച്ചാ. നമ്മുടെ ശിവൻകുട്ടി സാറല്ലേ ട്രഷറർ? മരിച്ചാ? നീ കാര്യം പറ. ആള് പാർട്ടി ഫണ്ടുമായിട്ട് മുങ്ങി. നന്നായി, അങ്ങനെ തന്നെ വേണം. പാർട്ടിക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ ട്രഷറർ ആക്കുമെന്ന് ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞല്ലോ. അപ്പൊ കേട്ടില്ല, എന്നെ വിശ്വാസം ഇല്ല. സാറ് എന്ത് വിചാരിച്ചിട്ടാ? അല്ല കോമള, നമ്മൾ ഇന്നലെ സുരേന്ദ്രൻ മുതലാളിയിൽ നിന്നും ഹാജി സാഹിബിന്റെ ഇന്നലെ നമ്മൾ പാർട്ടി ഫണ്ടിലേക്ക് ഒരു 7 ലക്ഷം രൂപ മേടിച്ചു. അപ്പൊ അതന്നെ ഞാൻ ഈ പറഞ്ഞു അതും കൊണ്ട് മുങ്ങി. ആ പൈസ കൊണ്ട് മുങ്ങിയാ? എന്റെ കർത്താവേ, അപ്പൊ നല്ലൊരു തുകയും കൊണ്ടാണല്ലോ മുങ്ങിയത്. ഓ, പാർട്ടിക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നെ വിശ്വാസം തീരെയല്ല. ഞാനായിരുന്നെങ്കിൽ കാണിക്കാൻ വല്ലതും ചെറുതായിട്ട് വിഴുങ്ങിയുള്ളൂ. ഇതിപ്പോ അമ്പലവും വിഴുങ്ങി, പ്രതിഷ്ഠയും വിഴുങ്ങി. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കണം. ഇനിയിപ്പോ എന്നെ ആരെങ്കിലും സംശയിക്കും ഇതില്? എനിക്കും എന്താ പറഞ്ഞ? അല്ല സാർ, നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാം. ആ ഒരു കാര്യം ചെയ്യാം, വണ്ടി ഒന്ന് കൈ കാണിക്കാം, കൈ കയറി പോവാം. ഹലോ, ചെടിച്ചട്ടിയൊക്കെ വാങ്ങി വെക്കാൻ ഭയങ്കര ഉഷാറാ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, അത് ഉണങ്ങി പൂപ്പത്. ആ അമ്മാവനോ? ഇന്ന് പോയില്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാ. നന്നായി അത്. എന്താ പതിവില്ലാണ്ട്? ഞാനേ അമ്പലത്തിലൊന്നും വന്നാ, അപ്പൊ ഇവിടെ വന്ന് എല്ലാരും കണ്ടിട്ട് പോവാന്ന്. എന്നാ നീ ഒരു ഊണഴിക്കാൻ ഇരിക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉണ്ട്. അവിടെ അന്നദാനം ഉണ്ടാവും. അമ്മാ അല്ല, ഞാൻ ഉണ്ടെന്നേ. അമ്പലത്തിൽ നിന്ന് കഴിച്ചു. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ കഴിച്ചു. പതിവില്ലാതെ നീ എന്താണ് അമ്പലത്തിലൊക്കെ പോയത്? ഒന്നുമില്ല, ഒരു ശത്രു സംഹാര പൂജ കഴിക്കണം തോന്നി. അത് നിനക്ക് ആരടാ ശത്രുക്കൾ ഇരിക്കുന്നത്? ജീവിതത്തിൽ ആർക്കാ ചേച്ചിയ ശത്രുക്കളില്ലാത്ത? ഞാനവിടെ ശത്രു സംഹാര പൂജയ്ക്ക് പോയിട്ടേ നോക്കിയപ്പോ അതിന്റെ റേറ്റ് കണ്ടപ്പോ ഞാൻ തിരിച്ചിട്ട് പോന്നു. ആടാ, അതിലും നല്ലതുള്ള ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന് കാലിൽ വീണ് മാപ്പി വയ്ക്കാന്നേ. അവിടെ വരെ ഇങ്ങനെ കാശും കാര്യങ്ങളൊക്കെ ആയി മാറി. ക്ലീറ്റസ് ഉണ്ട് അവിടെ. ഞാൻ അവനൊന്ന് കാണാൻ വന്ന. അയ്യോ, അവൻ അവിടെ ഇല്ല, അവൻ പുറത്തോട്ട് പോയി. നീ കാര്യം പറ. ഒന്നുമില്ല. എന്നാ തങ്കത്തിന് കണ്ട് പറഞ്ഞിട്ട് വരാം. നീ കാര്യം പറയടാ. തങ്കത്തിനോട് പറയാന്ന്. അല്ല വലിയ വിശേഷം ഒന്നുമില്ല. നാത്തൂനും അവിടെ ഇല്ല. ആ അവള് വന്നിട്ടില്ല. അവളെവിടേക്ക് പോയി? PTA മീറ്റിംഗ് അല്ലേ, സമയം എടുക്കും. ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ആരും കാണാൻ പറ്റില്ല. എന്താ കാര്യം പറ. ഒന്നുമില്ല, ഞാനേ മറ്റേ കോപ്പറേറ്റീവ് ബാങ്കിലെ കാർഷിക മറ്റേ വായ്പയ്ക്ക് വേണ്ടിട്ടേ ലോണിന് വേണ്ടിട്ട് വായ്പ എടുക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പേപ്പറൊക്കെ റെഡിയായി. പ്രസിഡന്റ് അങ്ങോട്ട് ഒപ്പുവെക്കണില്ലേ. അതിനിപ്പോ ക്ലീറ്റസിനെ കണ്ടു കഴിഞ്ഞാൽ അവനെയും കൂട്ടിട്ട് പോയാൽ നടക്കും. പിന്നെ തങ്കം തങ്കത്തിനോട് അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് കരുതിയെന്ന് മാത്രം. എന്റെ അമ്മാവന്റെ പേപ്പറും ഇതൊക്കെ ശരിയാണെങ്കിൽ അവിടുന്ന് ബാഗിൽ ലോഡ് കയറല്ലോ, നേരിട്ടാ കൊടുത്താ പോരെ? എടാ, അത് അങ്ങനെയല്ല. ഒരു ലോക്കൽ പാർട്ടി മെമ്പറുടെങ്കിലും ഒരു ഒപ്പുണ്ടെങ്കിൽ അത് വേഗം നടക്കും. ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ഇവരുടെ പാർട്ടിയിലത്തെ ആളായോണ്ട് കാര്യം എളുപ്പമാവില്ലേ? അല്ല, അതിപ്പോ ക്ലീറ്റസിനോട് പറഞ്ഞത് പെട്ടെന്ന് കിട്ടുന്ന അമ്മാവനോട് ആരാ പറഞ്ഞത്? അവനോട് പറഞ്ഞ ചിലപ്പോ 6 മാസം ഒരു കൊല്ലം പിടിക്കും. വീട്ടിലുള്ള പോലെ അവന് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുണ്ട്. പറയുമ്പോഴും തരം താഴ്ത്തി വർത്താനം ശരിയല്ല. അവനൊന്ന് വിളിച്ചോട്ടെ. ഒന്ന് വിളിച്ചു നോക്ക് നീ എന്തായാലും. നീ മീമാർ തൊട്ടുന്ന തിരിയുന്നത് വേണ്ട, കഴിച്ചല്ല. എന്നിട്ട് 2-3 എണ്ണം കൊള്ളൂല. ക്ലീറ്റസേ, മാമനാടാ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്.
ഏയ് അല്ലടാ, ഞാൻ പറഞ്ഞില്ലേ ആ കോപ്പറേറ്റീവ് ബാങ്കിലെ കാർഷിക ലോണിന്റെ ആ പ്രസിഡന്റിനോടൊന്ന് പറഞ്ഞാൽ വേഗം കിട്ടും. അതെ, ആ ശരി, വരാം. സാധിച്ചേരാന്ന് പറഞ്ഞ പാർട്ടി ഓഫീസിൽ ഉണ്ടാക്കിട്ട് ചെല്ലാം. അതെ, നീ വെറുതെ അല്ലേ, നീ ഒന്ന് വാൻ്റെ കൂടെ. എന്തിന്? അയ്യോ, അവനെ കണ്ടിട്ടാ അയ്യോ ഞാൻ ഈ പാർട്ടിക്കാരുമായിട്ടുള്ള ഒരു ഇടപാടില്ല, എന്നെ കൊണ്ട് വയ്യപ്പോ. എടാ, നീ അവനോട് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ച അവൻ കൂടെ വന്ന് കയ്യോടെ പ്രസിഡന്റിനോട് പറയുമ്പോൾ ഒപ്പിട്ടിട്ട് നമുക്ക് കാര്യം റെഡിയാക്കി പോരാലോ. എന്തിനാന്ന് ഇപ്പൊ ക്ലീറ്റസിനോട് പറയാ, അപ്പൊ എന്റെ ആവശ്യമില്ലല്ലോ, അമ്മാവ് നേരിട്ട് പറഞ്ഞാ പോരെ. അല്ല, അവിടുന്ന് നേരെ നമുക്ക് പിന്നെ ഒന്ന് രണ്ട് കാര്യമുണ്ട്, നീ വാ. ഞാൻ എന്തിനാ നീ പാർട്ടി ഓഫീസിൽ പോണത് ഇവനെ കാണാൻ? അവനെ കാണാനല്ലെന്ന് എന്റെ ആവശ്യത്തിന് വരാൻ പറഞ്ഞ അമ്മാവിന്റെ ആവശ്യത്തിന് ഞാൻ ബാങ്കിലേക്ക് കടങ്ങാൻ വരാം. അല്ല, നീ അവിടെ പാർട്ടി ഓഫീസിന്റെ അവിടെ പുറത്തുനിന്ന് അവനോട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ ബാങ്കിലേക്ക് പോടൂ. അമ്മാവ ബാങ്കിൽ ചെല്ലുമ്പോ ഒരു കാര്യം അന്വേഷിക്കണം. 2 വീലറിനുള്ള ലോൺ ഉണ്ടോ? അന്വേഷിക്കണതിനുണ്ട്. ഉണ്ടോ? പിന്നെ എന്നാ ഏട്ടന് ഒരെണ്ണം വേണം. അത് ഏട്ടനൊക്കെ നല്ലതേ, പെണ്ണുങ്ങൾക്കാവുമ്പോ ബാങ്ക് കിട്ടും. നീ അവിടെ മെമ്പറല്ലേ? അയ്യ, എനിക്ക് വേണ്ട, ഏട്ടന് മതി. നിന്റെ പേരിൽ എടുക്കുക, എന്നിട്ട് ഏട്ടൻ കൊണ്ടായിക്കോട്ടെ. അമ്മാവന്റെ കാര്യം ആദ്യം നടക്കട്ടെ, കഴിഞ്ഞിട്ട് മതി 2 വീലർ. ആ ശരി, ഇതിനെ പോകുമ്പോ അതും കൂടി ഒന്ന് സംസാരിക്കാം. നീ വാ. അത് സംസാരിക്കില്ല അമ്മാവ. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി അന്വേഷിക്കണം. ഈ ധൈര്യം ഉണ്ടാവാനുള്ള ഗുളിക ഉണ്ടാവും. അത് അവനെ കുറ്റം പറയണ്ട, പേടിത്തൊണ്ടൻ അമ്മാവ. അല്ല, അതെന്താണെന്നറിയോ, ചിലർക്ക് അമ്മയുടെ സ്വഭാവം, ചിലർക്ക് അച്ഛന്റെ സ്വഭാവം കിട്ടും. ഇവനെ കിട്ടിയത് ചേച്ചിയുടെ സ്വഭാവം. തങ്കത്തിനാണ് അച്ഛന്റെ സ്വഭാവം കിട്ടിയത്. അവളുടെ ധൈര്യത്തിന്റെ പകുതി ധൈര്യം ഉണ്ടവന്. നീ പോയി ഡ്രസ് മാറിട്ട് വാ. എന്തിനാ ആവശ്യമുണ്ട്, നീ വാ. ചെല്ല്. ഞാൻ ആ ഓഫീസിന്റെ പുറത്ത് നിൽക്കും, അകത്തേക്ക് വിളിക്കരുത്. നീ വാ, ഞാനല്ലേ കൊണ്ടുപോകും. അവനൊന്ന് വരണത് നല്ലതാ. പ്ലേറ്റോക്ക് പാർട്ടി ഓഫീസിലുള്ള ബന്ധം എന്താണെന്ന് അറിയാം. കുറച്ച് കളിയാക്കൽ കൂടുതലാണ്. അതെ, ഈ മോരുമള്ള എടുത്ത ഭയങ്കര ചൂട്. വേണമെങ്കിൽ ഇത്തിരി ചോറുണ്ടിട്ട് പൊക്കോ, വിശക്കും. ഞാൻ അമ്പലത്തിൽ നിന്ന് കഴിച്ചില്ലേ, സദ്യയായിരുന്നു. ആ ചുമ്മാ എല്ലാം ഉണ്ട്, നല്ല മോരുകറിയും. അതൊരു പ്രത്യേക ടേസ്റ്റിന് അമ്പലത്തിൽ. അമ്പലത്തിലെ ആഹാരമൊക്കെ നല്ലതാണ്. ഇവിടെ നല്ല ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. എന്ത് ചിക്കൻ? ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ ചിക്കനൊക്കെ? ഞാൻ അറിഞ്ഞാ നീ അമ്പലത്തിൽ ഉണ്ടാൻ പോണ കാര്യം. സ്ഥലമില്ല, ഒരു വെള്ളം കുടിക്കാം. എനിക്ക് ഞാൻ ഒരു വെള്ളം കലക്കി കൊടുക്കട്ടെ, അവളെ കൊണ്ട് ശരിയാവും. വേണ്ട. വരൂലേ? അമ്മ ഞാൻ ഒരു വട്ടം കുളിച്ചോട്ടെ? എന്തായി, പോയിട്ടെന്തായി? ഓ എന്റെ പൊന്നോ, ഇതിലും വേറെ നല്ല കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോണതാ. എന്ത് ബഹള പാരന്റ്സാന്ന് പറയണ്. ചുമ്മാ കിടന്നൊക്കെ ബഹളം ഉണ്ടാക്കുക. ഞാൻ മിണ്ടി കൊടുത്തില്ല. ആവോ എടി, സാധാരണ ഫീസൊക്കെ അടയ്ക്കാൻ വരുമ്പോ മിണ്ടായിരുന്ന പോരെ ആൾക്കാർക്ക്. ഞങ്ങളടയ്ക്കാന്ന് പറഞ്ഞ് വെറുതെ കിടന്ന് പോകുന്നു. അല്ല, എങ്ങനെയുണ്ട് ഇയാളുടെ പെർഫോമൻസ്? വല്ലതും പഠിക്കണ്ടോ? പിന്നെ എനിക്ക് വയ്യ. അത്രക്കൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനാണ് ഏറ്റവും മിടിക്കെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത്ര നാളും കൊള്ളായിരുന്നു, ഇപ്പൊ ചെറിയ ഉഴപ്പ് തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ വരെ ഡിസംബറിൽ. അപ്പൊ ഫുൾ ടൈം അവളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കണമെന്നാ പറഞ്ഞേക്കണേ. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ മാമിയുടെ അടുത്ത് വന്നിരുന്ന് പഠിച്ചോണം. നിന്റെ അടുത്ത് വന്നിരുന്ന നീ അപ്പൊ തന്നെ കളിക്കാൻ വിടൂല്ലേ അവിടെ? ഇല്ല, ഞാൻ പഠിപ്പിക്കും. കേട്ടാ? പിന്നെ വേറെന്താണ്ട് പറഞ്ഞില്ല, എന്താണ്ട് കറിക്കാലോ അതില് കൊള്ളാന്ന്. നാത്തുവിനെ പഠനം മാത്രമല്ല, അതിന്റെ പുറത്തുള്ള കാര്യങ്ങളില്ലേ, ഇവൾ ഈ സ്പോർട്സിനും മറ്റേ കരാട്ടയ്ക്കൊക്കെ ചേരൂലേ, അതിലൊക്കെ മിടിക്കാന്ന്. അപ്പൊ ഈ കൊച്ചു പഠിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങോട്ട് പോണത്. ഇവിടെ ഈ തുള്ളക്കലും ഡാൻസും കാണുമ്പോ ഞാനൊരു സ്കൂളിൽ പോയിരുന്നെങ്കിലും പഠിച്ചോളൂന്ന്. അല്ല, പഠിക്കുകയും ചെയ്യാം, അതിന്റെ കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കഴിക്കൂല അവിടെ പറയാനും കൂടി അറിയാൻ വേണ്ടില്ല. എവിടെ അമ്മയുടെ? അമ്മ ദേ കിടന്ന് ഉറങ്ങണം. ഉറക്കം? ഓ, ഇന്ന് ഭയങ്കര ക്ഷീണത്തിലാ. കനകനോ അമ്മാവ് വന്നിട്ടുണ്ടായി. അമ്മാവന് ഏതാണ്ട് കാർഷിക ലോൺ കണ്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടനും അമ്മാവനും കൂടി ക്ലീറ്റോ ചേട്ടൻ അന്വേഷിച്ച് പോയേക്കാം. ഇപ്പം ദൈവമേ, ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ എന്തൊക്കെ ചെയ്തു വെക്കാനൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഞാൻ എന്താക്കിട്ടുണ്ടാവും അറിയാം. അറിയില്ല. എവിടെ ബാഗ് എവിടെ കൊണ്ടാ? അമ്മയുടെ ബാഗ് ഞാനും വെക്കാം. അമ്മ ഈ ബാഗും കൊണ്ട് വെക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അവിടെ എന്താ ക്ലീറ്റോ ചേട്ടന്റെ ഒക്കെ ഇല്ലേ? ഒന്നും നടക്കില്ല. വേണമെങ്കിൽ നാത്തൂനും ബാഗിൽ എന്റെ കുടുംബശ്രീയുടെ കുറെ പേപ്പർ ഒക്കെ ഉണ്ട്. വഴക്കുണ്ടാക്കില്ലേ?
ഇവളുടെ ഭയങ്കര ഞാൻ പറയാം. വേണ്ട കൊണ്ടുവന്നാ മതി. അതിനകത്ത് നല്ല പേപ്പർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലൂടി ഞാൻ. ദൈവമേ ഒരു കൊട ഉണ്ടോ നിന്റെ അടുത്ത്? ഇവരുമില്ലാന്ന് ചിരിക്കാം. കളി മാത്രം. അവസാനം മാമിക്ക് വഴക്ക് വെക്കും നീ പഠിച്ചില്ലെങ്കിൽ. ഇന്നോട്ട് അരമണിക്കൂർ കളി, ബാക്കി ഫുൾ പഠിത്തം. അരമണിക്കൂർ പഠിത്തമാക്കി എന്താ പറയാ പിടിച്ചോ? ആ പിടിക്കണം, അത് വേണമല്ലോ. ഇല്ല ഇവന്റെ ചീത്ത പേര് ഞാൻ കുറെ കേൾക്കേണ്ടി വരില്ലേ? അവനെ പൊക്കി, ശിവൻകുട്ടിയെ പൊക്കി. അവൻ അതെന്നെ വേണം സാറേ. അതെ, നമ്മളെ ട്രഷറായിട്ട് നിന്ന് ശിവൻകുട്ടി ഉണ്ടല്ലോ, അവനെ പിടിച്ചു, പൈസ മുക്കിയവൻ. അവനെ പൊക്കി. എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ചില്ലറ പൈസ അല്ലേ അമ്മാവ, ലക്ഷങ്ങളല്ലേ മുക്കിയത്. നിങ്ങൾ കിട്ടോ? അത് വേണ്ടടാ, ഒരു നല്ല കാര്യം നടന്നല്ലേ. അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാ. ഇനിയിപ്പോ വേണോ? മേടിച്ചു കൊടുക്കടാ. ആളെയും പൈസ കൊടുക്കണ്ട, ചായയൊക്കെ എന്റെ പറ്റിൽ കുടിക്കാം. വേണ്ട ഞാൻ മേടിച്ചുതരാ. സന്തോഷമായിടാ. എന്തായാലും ഞാനൊരു 6-7 പ്രാവശ്യമെങ്കിലും ഈ പ്രസിഡന്റിനെ വന്ന് കണ്ടിട്ടുണ്ടോ? അയാൾക്ക് ഒപ്പിടാൻ മടി. കണ്ട ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടായപ്പോ വിളിച്ചിരുത്തുന്നു, ചായ തരുന്നു, ഒപ്പിട്ട് തരുന്നു. അതാണ് രാഷ്ട്രീയക്കാരുടെ മഹത്വം. എന്റെ അമ്മാവ് ഒപ്പത് ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിൽ അമ്മാവരെ സംഗതിയിൽ പാസ്സായി കിട്ടും. ഈ ഞഞ്ഞ വർത്താനം പറയരുത്. നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ തന്നെ വിചാരിക്കണം, അല്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ ഇതൊന്നും നടക്കൂല. എവിടെ നിന്ന് നടക്കണേ? അല്ല അമ്മാവ് എന്നോട് വാക്ക് പറയാൻ നേരത്തെ ഒന്ന് ശ്രമിച്ചു നോക്കിയല്ലേ? എന്തായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ, നല്ലതാണ്. ഞാൻ പിന്നെ അന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അല്ല അതിന്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഞാനുമായിട്ടുള്ള ഇരിപ്പുവശം അങ്ങനെയാണ്. അല്ല അതെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇലക്ഷൻ സമയത്ത് ഞാൻ ഒരാള് പിന്താങ്ങിയോണ്ടാണ് ഇയാള് പ്രസിഡന്റ് ആയത് സംഘത്തിന്റെ. അതിന്റെ ഗുണം കണ്ടില്ലേ? വിളിച്ചിരുത്തുന്നു, ചായ തരുന്നു. പ്രസിഡന്റ് വലം കൈയാണ് ക്ലീറ്റോ സാറ്. നന്ദി സ്നേഹം എന്നോട് എപ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ. ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ സാധിച്ചു കൊടുക്കാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടത്? എവിടെ എന്താണ് അവിടെ നമ്മളെന്താ അത്? സാറേ അത് ഒരു അപകടമാണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ നോക്കാം. ആവശ്യമില്ലാത്ത വെറുതെ ചെന്തരാടാണ്. അടിയാ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, നമ്മളൊക്കെ ഇടപെട്ടില്ല. പിന്നെ എന്താണ് അതാ നിങ്ങൾ ഞാൻ പറയാം സാറേ. അതെ. അല്ലാതെ എന്താ നോക്കാൻ? എന്താ നോക്കാം, അവിടെ ഒന്നുമില്ല. എന്താ ഈ പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടായി എന്നോട് പറഞ്ഞു. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ. നിങ്ങൾ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. നിങ്ങളെ പോലുള്ളവരാണ് പൊതുപ്രവർത്തനം നടത്തിയാണ് കുഴിയായത് റോഡല്ല. ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തി കുഴിയായത് പറഞ്ഞാൽ അത് ന്യായമായ കാര്യം. എന്തോ നിങ്ങളൊന്നും ചോദിക്കണ്ട, നിങ്ങൾ പടം നോക്കി. അല്ല ഏട്ടാ ഇതിപ്പോ നമുക്ക് പരിഹരിക്കാം. എന്ത് പരിഹരിക്കാനാണ് പറയണത്? അല്ല ഈ പ്രശ്നം ഇതിപ്പോ ഈ ആദ്യ അപകടം പറ്റി എന്ത് നിങ്ങൾ പരിഹരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചവിടെ വണ്ടി അടിച്ചിട്ടുണ്ടായി. നിങ്ങളൊക്കെ എന്നാ ഇവിടെ കാണിക്കുന്നത്? ഇലക്ഷൻ സമയത്ത് മാത്രമല്ലേ നിങ്ങൾ കാണാറുള്ളൂ. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാന്നുള്ള എന്ത് പരിഹരിക്കാന്ന് പറയണത്? നിങ്ങൾ പരിഹരിക്കാൻ എന്ത് പരിഹരിക്കുന്നത്? കുറെ കാലം കൊണ്ട് പരിഹരിക്കുന്നുണ്ടല്ലോ. നമുക്ക് സമാധാനം. സമാധാനം എന്തോ സമാധാനം? ഇതിനാരാ സമാധാനം പറയുക? നമുക്ക് വേണ്ടത് പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ്. ജനങ്ങൾ കുറവൊന്നുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രതികരിച്ചു എന്താ? എവിടെ പോണ്? അതിനടി അടി ഉള്ളട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നല്ലേ, എന്താ കുഴപ്പം? കാരണം നീ നിന്റെയൊക്കെ അനാസ്ഥ കാരണമാ. എന്റെ വാർഡല്ലേ, എന്റെ വാർഡല്ല. നിന്റെ വാർഡല്ലയോ? നിന്റെയൊക്കെ അതെ, രാഷ്ട്രീയക്കാരാണെങ്കിൽ അടി വാങ്ങുകയും ചെയ്യും, വഴി കൊടുക്കുകയും ചെയ്യും. അത് നല്ലതാണ്. എന്റെ വണ്ടിക്ക് 10,000 രൂപയുടെ പണിയുണ്ട്. ഞാൻ വണ്ടിക്ക് 10,000 രൂപയുടെ പണിയുണ്ട്. എനിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്താ അറിയാമോ, എല്ലാ പരിഹാരം എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാന്നല്ലേ പറഞ്ഞത് അല്ലേ? ഇതൊക്കെ പൊതുപ്രവർത്തകർ മാത്രമേ കിട്ടൂ. ഒരു പൊതുപ്രവർത്തകൻ നമുക്ക് എല്ലാം റോഡ് നന്നാക്കാൻ വലിയ പരിചയം സാരമുള്ള ഉള്ള പരിചയത്തിൽ ചെയ്താൽ നാട്ടുകാരെ കഷ്ടപ്പെടുത്തിക്കുന്നല്ലേ? ഉണ്ട് വിട് നിങ്ങൾ.
മുണ്ട് മാറ്റുന്നത് ബാബാ ഇവിടെ നിൽക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കഴിക്കും എന്റെ വണ്ടി ഉണ്ടാക്കി തരണം നീ എന്റെ വണ്ടി ഉണ്ടാക്കി തന്നെ നീ വിടുള്ളൂ Versus Alien.